ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുബോർസ് SSC. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സിലെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫസ്റ്റ് ആണ്. കുറെ ആൾക്കാരും ഭൂരിഭാഗം ആൾക്കാരും ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു കഴിയുന്നതോടു കൂടെ നമുക്ക് ഇതിന്റെ ബേസിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വിത്തിൻ 3 സെക്കൻഡ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വിത്തിൻ 3 സെക്കൻഡ് ആണ് പറഞ്ഞത്, അതിന്റെ ഉള്ളിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക് ഇതാണ് ക്യൂബ് നമ്പേഴ്സ്. ആദ്യം നമ്മൾ കൺസെപ്റ്റ് എന്താന്ന് പറയാണ്. ക്യൂബ് നമ്പേഴ്സ്. ക്യൂബ് നമ്പർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്നിന്റെ ക്യൂബ് ആണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. 1 ക്യൂബ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. അതായത് 1 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എത്ര? 1 എന്ന് പറയുമ്പോൾ 1, പിന്നെ അതേ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 1 തന്നെയാണ് ആൻസർ. ഓക്കെ, 2 ക്യൂബ് എന്ന് പറയുമ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട് 2 ക്യൂബ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, അതായത് 2 ക്യൂബ് ഈക്വൽ ടു 8. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 3 ക്യൂബ്, 3 റേസ്റ്റ് ക്യൂബ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഈക്വൽ ടു 27. അടുത്തത് 4 ക്യൂബ്, പിന്നെ 5 ക്യൂബ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. 5 ക്യൂബ് എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 5 ഇൻറ്റു 5, 5 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 25, 25 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 125. ഓക്കെ ആണല്ലോ. അടുത്തത് 6 ക്യൂബ്. 6 ക്യൂബ് എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 6 ഇൻറ്റു 6, 6 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 36, 36 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 216 ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 7 ക്യൂബ്, 8 ക്യൂബ്, 9 ക്യൂബ്, 10 ക്യൂബ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന 1 മുതൽ 10 വരെയുള്ള ക്യൂബിന്റെ അത് എത്രയെന്ന് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഇത് വെച്ചിട്ട് നമുക്ക് ഏത് സംഖ്യ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നാലും നമ്മൾ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കും. 3 സെക്കൻഡ് കൊണ്ട് നമ്മൾ അതിന്റെ ആൻസർ കണ്ടുപിടിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. 1 മുതൽ 10 വരെയുള്ള എല്ലാ നമ്പറിനെയും ക്യൂബ് കണ്ടുപിടിക്കുക, ക്യൂബ് കാണാതെ പിടിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ക്യൂബ് എന്താ പറഞ്ഞു? ക്യൂബ് എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യയാണ്? ഇപ്പൊ 11ന്റെ ക്യൂബ് ആണെങ്കിൽ എങ്ങനെ എഴുതും? 11 ക്യൂബ് സമം 11 ഇൻറ്റു 11 ഇൻറ്റു 11. ഇതാണ് 11ന്റെ ക്യൂബ്. ഇനി എന്നോട് ചോദിക്കുകയാണ് ക്യൂബ് റൂട്ട് ഓഫ് 125 എത്രയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്തു? ക്യൂബ് റൂട്ട് ഓഫ് 125 ഏത് സംഖ്യയുടെ ക്യൂബാണ്? 125 ഏത് സംഖ്യയുടെ? 5ന്റെ ക്യൂബാണ് 125. ഓക്കെ, അതായത് ക്യൂബ് റൂട്ട് ഓഫ് 125 ഈക്വൽ ടു 5. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ ചോദിക്കുകയാണ് ക്യൂബ് റൂട്ട് ഓഫ് 343. ക്യൂബ് റൂട്ട് ഓഫ് 343 ഏതാണ്? ക്യൂബ് റൂട്ട് ഓഫ് 340 പറഞ്ഞാൽ എന്റെ ക്യൂബാണ്. അതായത് 7 ഇൻറ്റു 7 ഇൻറ്റു 7 ആണ് 743. ഓക്കെ, അപ്പൊ ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ക്യൂബ് എന്താ പറഞ്ഞു, ക്യൂബ് റൂട്ട് എന്താ പറഞ്ഞു, പിന്നെ നമ്മൾ 1 മുതൽ 10 വരെയുള്ള നമ്പറിന്റെ ക്യൂബ് നമ്മൾ കാണാതെ പഠിച്ചു. ഓക്കെ, ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത കൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്യാം. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടിയും പറയാം. 1ന്റെ ക്യൂബ് 1 ആണ്, ഇതാണ് കാണാതെ പഠിക്കേണ്ടത്. 1ന്റെ ക്യൂബ് 1, 2ന്റെ ക്യൂബ് 2 ക്യൂബ് ഈക്വൽ ടു 8, 3 ക്യൂബ് ഈക്വൽ ടു 27, 4 ക്യൂബ് ഈക്വൽ ടു 64, 5 ക്യൂബ് ഈക്വൽ ടു 125, 6 ക്യൂബ് ഈക്വൽ ടു 216, 7 ക്യൂബ് ഈക്വൽ ടു 343, 8 ക്യൂബ് ഈക്വൽ ടു 512, 9 ക്യൂബ് ഈക്വൽ ടു 729, 10 ക്യൂബ് ഈക്വൽ ടു 1000. ഓക്കെ, ഇത്രയും നിങ്ങൾ കാണാതെ പഠിക്കണം. 1 മുതൽ 10 വരെയുള്ള നമ്പറിന്റെ ക്യൂബ് നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസിന്റെ ഒരു മോഡൽ കാണിച്ചു തരാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കാം. ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ SSC CHSL 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഇസ് ദ ക്യൂബ് റൂട്ട് ഓഫ് 3375? 3325ന്റെ ക്യൂബ് റൂട്ട് എന്താണെന്നാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, അതെങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം നോക്കണേ. ഇതിന്റെ ആൻസർ ഞാൻ പറയാണ്. ഇപ്പൊ 1ന്റെ ക്യൂബ് സ്ക്രീനിൽ കാണുന്നുണ്ട്. 1ന്റെ ക്യൂബ് അവസാനിക്കുന്ന നമ്പർ 1ലാണ്. അതായത് 1ന്റെ ക്യൂബ് അവസാനിക്കുന്ന നമ്പർ 1ലാണ്. 2 ക്യൂബ് അവസാനിക്കുന്ന നമ്പർ 8ലാണ് അവസാനിക്കുന്നത്. 3 ക്യൂബ് അവസാനിക്കുന്നത് ഏതിലാണ് അവസാനിക്കുന്നത്? 7ലാണ് ഇത് അവസാനിക്കുന്നത്. അടുത്ത 4 ക്യൂബ് അവസാനിക്കുന്നത് 64, 4ലാണ് അവസാനിക്കുന്നത്. 5 ക്യൂബ് 125, 5ലാണ് അവസാനിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത 6 ക്യൂബ് 216 ഏതിലാണ് അവസാനിക്കുന്നത്? 6ലാണ് അവസാനിക്കുന്നത്. അടുത്ത 7 ക്യൂബ് 343, 3ലാണ് അവസാനിക്കുന്നത്. അടുത്ത 8ന്റെ ക്യൂബ് 512, 2ലാണ് അവസാനിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത 9ന്റെ ക്യൂബ് 729, 9ലാണ് അവസാനിക്കുന്നത്. അടുത്ത 10 ക്യൂബ് 0ലാണ് അവസാനിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? 1 മുതൽ 10 വരെയുള്ള നമ്പറിന്റെ ക്യൂബ് പഠിച്ചു. ആ ക്യൂബ് ഏത് നമ്പറിലാണോ അവസാനിക്കുന്നത് അതും നമ്മൾ പഠിച്ചു. ഇത്രേ ഉള്ളൂ. ബാക്കി കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആണ്. നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വിത്തിൻ 3 സെക്കൻഡ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നോക്കണേ.
ഇനി ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒന്നിന്റെ ക്യൂബ് ഒന്നിലാണ്, രണ്ടിൻ്റെത് എട്ടിലാണ്. അപ്പൊ ഒന്നിന്റെ ക്യൂബ് ഒന്നിൽ തന്നെയാണ് അവസാനിക്കുന്നത്. പിന്നെ നാലിന്റെ ക്യൂബ് നാലിലാണ് അവസാനിക്കുന്നത്. അഞ്ചിന്റെ ക്യൂബ് അഞ്ചിലാണ് അവസാനിക്കുന്നത്. ആറിന്റെ ക്യൂബ് ആറിലാണ് അവസാനിക്കുന്നത്. പിന്നെ ഒൻപതിന്റെ ക്യൂബ് ഒൻപതിലാണ് അവസാനിക്കുന്നത്. പത്തിന്റെ ക്യൂബ് പൂജ്യത്തിലാണ് അവസാനിക്കുന്നത്. ഓക്കെ ആണല്ലോ, പത്തിന്റെ ക്യൂബ് പൂജ്യത്തിലാണ് അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് മനസ്സിലായി? 1, 4, 5, 6, 9, 10 ഈ നമ്പറിന്റെ ഒക്കെ ക്യൂബ് അതേ നമ്പറിലാണ് അവസാനിക്കുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? 1, 4, 5, 6, 9, 10 ഈ നമ്പറിന്റെ ഒക്കെ ക്യൂബ് അതേ നമ്പറിലാണ് അവസാനിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത രണ്ടിന്റെ ക്യൂബ് എട്ടിലാണ് അവസാനിക്കുന്നത്. അതായത് രണ്ടിന്റെ ക്യൂബ് എട്ടിലാണ് അവസാനിക്കുന്നത്. ഇനി അടുത്ത നോക്കണേ, എട്ടിന്റെ ക്യൂബ് രണ്ടിലുമാണ് അവസാനിക്കുന്നത്. എട്ടിൻ്റെത് രണ്ടിലുമാണ്. അപ്പൊ അത് രണ്ടും ഇന്റർചേഞ്ച് ആണ്. രണ്ടിൻ്റെത് എട്ടിലും എട്ടിൻ്റെത് രണ്ടിലുമാണ് അവസാനിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് മൂന്നിന്റെ അവിടെ കണ്ടോ? മൂന്നിൻ്റെത് ഏഴിലാണ് അവസാനിക്കുന്നത്. മൂന്നിൻ്റെത് ഏഴിലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഏഴിൻ്റെത് എത്രയില്ല? ഏഴിൻ്റെത് മൂന്നിലാണ് അവസാനിക്കുന്നത്. ഏഴിൻ്റെത് മൂന്നിലാണ് അവസാനിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഒന്നിൻ്റെത് ഒന്നിലാണ് അവസാനിക്കുന്നത്. രണ്ടിൻ്റെത് എട്ടിലാണ്. രണ്ടിൻ്റെതും എട്ടിൻ്റെതും ഇന്റർചേഞ്ച് ആണ്. രണ്ടിൻ്റെത് എട്ടിലാണ് അവസാനിക്കുന്നതെങ്കിൽ എട്ടിൻ്റെത് രണ്ടിലാണ് അവസാനിക്കുന്നത്. അതേപോലെ മൂന്നിൻ്റെത് ഏഴിലാണ് അവസാനിക്കുന്നത്. ഏഴിൻ്റെത് മൂന്നിലാണ് അവസാനിക്കുന്നത്. പിന്നെ നാലിൻ്റെത് നാലിൽ തന്നെയാണ് അവസാനിക്കുന്നത്. അഞ്ചിൻ്റെത് അഞ്ചിൽ തന്നെയാണ്. ആറിൻ്റെത് ആറിൽ തന്നെയാണ്. പിന്നെ ഒൻപതിൽ തന്നെയാണ്. പത്തിൻ്റെത് പൂജ്യത്തിൽ തന്നെയാണ്. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? അപ്പം അതേ സംഖ്യയിൽ തന്നെ അവസാനിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 4, 5, 6, 9, 10 ഇതേ സംഖ്യയുടെ ക്യൂബുകൾ ഇതേ സംഖ്യയിൽ തന്നെയാണ് അവസാനിക്കുന്നത്. പിന്നെ രണ്ടിൻ്റെത് എട്ടിലും എട്ടിൻ്റെത് രണ്ടിലും, ഏഴിൻ്റെത് മൂന്നിലും മൂന്നിൻ്റെത് ഏഴിലും, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പോവാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. SSC CHSL 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ക്യൂബ് റൂട്ട് ഓഫ് 3375? 3325ന്റെ ക്യൂബ് റൂട്ട് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഏതാ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ ട്രിക്ക് ഇതാണ്. നമ്മൾ ആദ്യം ആ നമ്പറിനെ ഇങ്ങനെ എഴുതുക. ആദ്യം ആ നമ്പറിനെ 3375 ഞാൻ നമ്പറിനെ എഴുതി. ഇനി ഞാൻ ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റിന്റെ അവിടുന്ന് 3 അക്കം മാറിയിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്യാം. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. ഞാൻ അവിടുന്ന് 3 അക്കം മാറിയിട്ട് ഞാൻ അതിന് പാർട്ടീഷൻ ചെയ്യാൻ പോവാണ്. 3 അക്കം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ പാർട്ടീഷൻ ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പൊ 3 ഒരു ഭാഗത്തുമായി, 375 ഒരു ഭാഗത്തുമായി. ഓക്കെ ആണല്ലോ? 3 ഒരു ഭാഗത്തും 375 ഒരു ഭാഗത്തും ചെയ്തത് ഇത്രയുള്ളൂ. ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റിന്റെ അവിടുന്ന് 3 അക്കം മാറിയിട്ട് ഞാൻ അതിനെ ഭാഗിച്ചു, പാർട്ടീഷൻ ചെയ്തു. ഓക്കെ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഈ നമ്പർ ഏത് സംഖ്യയിൽ അവസാനിക്കുന്നത്? ഈ നമ്പർ ഏത് സംഖ്യയിൽ അവസാനിക്കണം? ഇത് 5ലാണ് അവസാനിക്കുന്നത്. 5ൽ അവസാനിക്കുമ്പോൾ ഏതാ ഞാൻ ഇടേണ്ടി? 5ആണ് ഇടേണ്ടി. ഓക്കെ ആണല്ലോ? 5ൽ അവസാനിക്കുന്ന നമ്പർ എന്ന് പറയുമ്പോൾ 5ആണ്. അപ്പൊ ഞാൻ 5 ഇട്ടു. പിന്നെ 3 എന്ന് പറഞ്ഞ നമ്പർ ഏത് നമ്പറിന്റെ ഇടയിലാണ്? 3 എന്ന് പറഞ്ഞ നമ്പർ ഏത് ക്യൂബിന്റെ ഇടയിലാണ്? അപ്പൊ 1ന്റെ ക്യൂബ് 1ആണ്. 2ന്റെ ക്യൂബ് 8ആണ്. ഓക്കെ. 1ന്റെ ക്യൂബ് എത്രയാണ്? 1ന്റെ ക്യൂബ് 1ആണ്. 2ന്റെ ക്യൂബ് 8ആണ്. ഓക്കെ. അപ്പൊ ഈ 1നും 8നും ഇടയിലാണ് 3 എന്ന് പറഞ്ഞ നമ്പർ. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് 3 എന്ന് പറഞ്ഞ നമ്പർ വരിക. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ ഇവിടെ എന്താണ്? 1 ഇടണം. അതായത് 15ന്റെ ക്യൂബാണ് 3375. 15ന്റെ ക്യൂബാണ് 3375. ദാറ്റ് മീൻസ് 50 into 50 into 50 ആണ് 3375. ഓക്കെ. അപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ കൺസെപ്റ്റ്. പക്ഷെ നമുക്ക് ഓപ്ഷൻ തന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? കാരണം ഇത് ഇത്രേ ഉള്ളൂ. നോക്കണം. നമുക്ക് ഇത് നോർമൽ മെത്തേഡാണ് പറഞ്ഞത്. ഈ ഓപ്ഷനിൽ നമുക്ക് തരുമ്പോൾ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നോക്കണേ. 3375 5ലാണ് അവസാനിക്കുന്നത്. 3375 5ലാണ് അവസാനിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 5 ലാസ്റ്റ് ഡിജിറ്റ് ആയ ഏതോ ഒരു നമ്പറിന്റെ ക്യൂബാണ് 3375. ഒന്നുകൂടിയും പറയാം. 3375 5ലാണ് അവസാനിക്കുന്നത്. 5ൽ അവസാനിക്കുന്ന ഏതോ ഒരു നമ്പറിന്റെ ക്യൂബാണ് 3375. ഓക്കെ. അപ്പൊ ഓപ്ഷനിൽ 5ൽ അവസാനിക്കുന്ന ഏത് നമ്പറിന്റെ നോക്കിയാൽ പോരാ? ഓപ്ഷനിൽ 5ൽ അവസാനിക്കുന്ന ഏത് നമ്പറാണ് ഉള്ളത്? 15ആണ് 5ൽ അവസാനിക്കുന്ന നമ്പർ. ദാറ്റ് മീൻസ് 50 ക്യൂബാണ് 3375. 15ന്റെ ക്യൂബാണ് എന്ത്? 3375. ഓക്കെ ആണല്ലോ? ഓക്കെ. 15ന്റെ ക്യൂബാണ് 3375. അപ്പൊ ആൻസർ റെഡി ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. RRB ഗ്രൂപ്പ് D 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി.
നമ്മളോട് പറഞ്ഞത് ഇപ്പൊ ഇതിൽ റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഇൻക്ലൂഡ് ആണ്. അപ്പൊ അത് അറിയുമെന്ന് വിചാരിക്കാനും. അപ്പൊ നമ്മളോട് പറഞ്ഞത് 27:3 ഈക്വൽ ടു 64 ഏത് സംഖ്യ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഇതിന്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കണം. റിലേഷൻഷിപ്പ് എന്താ? 27ഉം 3ഉം തമ്മിലെ റിലേഷൻഷിപ്പ് എന്താ? 3ന്റെ ക്യൂബാണ് 27. അപ്പൊ ഇവിടുത്തെ നമ്പറിന്റെ ക്യൂബ് ആവുമല്ലോ 64. 3ന്റെ ക്യൂബാണ് 27. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട സ്ഥാനത്ത് നമ്പറിന്റെ ക്യൂബ് ആയിരിക്കും 64. അപ്പൊ 64 ഏതിന്റെ ക്യൂബാണ്? 4ന്റെ ക്യൂബാണ് 64. ദാറ്റ് മീൻസ് 4 ക്യൂബ് ഈക്വൽ ടു 64. അപ്പൊ നമുക്ക് ആൻസർ എന്താ? 4 ആണ്. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. CUT UG 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 1331. ഏതാണ്? 1331 1331ന്റെ ക്യൂബ് റൂട്ട് കാണാനാണ് പറഞ്ഞത്. എങ്ങനെ കാണാം? ഇത്രേ ഉള്ളൂ. 1331 ഏത് സംഖ്യയിലാണ് അവസാനിക്കുന്നത്? 1ലാണ് അവസാനിക്കുന്നത്. 1ൽ അവസാനിക്കുമ്പോൾ ഏതോ ഒരു സംഖ്യ, 1ൽ അവസാനിക്കുന്ന ഏതോ ഒരു സംഖ്യയുടെ ക്യൂബാണ് 1331. 1ൽ അവസാനിക്കുന്ന ഏതോ ഒരു സംഖ്യയുടെ ക്യൂബാണ് 1331. അപ്പൊ ഓപ്ഷനിൽ 1ൽ അവസാനിക്കുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടാക്കുക. ഏതാ 1ൽ അവസാനിക്കുന്ന സംഖ്യ? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് 11ന്റെ ക്യൂബാണ് 1331. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി വിത്തിൻ 3 സെക്കൻഡ് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് ഡിജിറ്റ് ഏത് നമ്പർ ആണോ, ഏതിലാണോ അവസാനിക്കുന്നത്, അതേ നമ്പർ ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. SSC CGL 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 30,824. 13,824ന്റെ ക്യൂബ് റൂട്ട് എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ കണ്ടുപിടിക്കാം. ഇത് ഏത് സംഖ്യയിലാണ് അവസാനിക്കുന്നത്? 13,824 4ലാണ് അവസാനിക്കുന്നത്. ഓക്കെ ആണല്ലോ. 4ലാണ് അവസാനിക്കുന്നത്. 4ൽ അവസാനിക്കുന്നതെങ്കിൽ ഏതോ ഒരു സംഖ്യയുടെ ക്യൂബാണ് 4ൽ അവസാനിക്കുന്നത്. ഏത് സംഖ്യ? 4 എന്ന് പറഞ്ഞ ലാസ്റ്റ് ഡിജിറ്റ് 4 വരുന്ന സംഖ്യയുടെ ക്യൂബ് തന്നെയല്ലേ 4ൽ അവസാനിക്കുന്നത്. അതായത് 24ന്റെ ക്യൂബാണ്. 24ന്റെ ക്യൂബാണ് 13,824. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. SSC MTS 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 1728. എന്താണ്? ഏതിൽ അവസാനിക്കുന്നത്? 1728 ആണ്. 8ലാണ് അവസാനിക്കുന്നത്. 8ൽ അവസാനിക്കുമ്പോൾ ഏത് നമ്പർ ആണ്? 2ൻ്റെതാണ് 8ൽ അവസാനിക്കുന്നത്. 2ൻ്റെത് 8ലും 8ൻ്റെത് 2ലും നമ്മൾ പഠിച്ചു. ഇവിടെ 8ലാണ് അവസാനിക്കുന്നത്. അപ്പൊ 2ൽ അവസാനിക്കുന്ന ഏതോ ഒരു സംഖ്യന്റെ ക്യൂബാണ്, അതിന്റെ ആൻസർ ആണ് 8ൽ അവസാനിക്കുന്നത്. അപ്പൊ 2ൽ അവസാനിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ പോലും. 2ൽ അവസാനിക്കുന്ന നമ്പർ ഉണ്ടോ? 12 ഉണ്ട്. ദാറ്റ് മീൻസ് 12 ക്യൂബ് ഈക്വൽ ടു 1728. ഓക്കെ ആണല്ലോ. 12ന്റെ ക്യൂബാണ് 1728. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 79,507. 79,507ന്റെ ക്യൂബ് റൂട്ട് ഏതാണെന്ന് ചോദിച്ചു. ഇത് NCET 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ചെയ്യേണ്ടത്? ഏയിലാണ് ഈ നമ്പർ അവസാനിക്കുന്നത്. 507 ഏയിലാണ് ഈ നമ്പർ അവസാനിക്കുന്നത്. ഏയിൽ അവസാനിക്കുന്നതെങ്കിൽ ഏത് നമ്പറിന്റെ ക്യൂബ് ആയിരിക്കും ഏയിൽ അവസാനിക്കുന്നത്? ഏത് നമ്പറിന്റെ, ഏത് സംഖ്യയുടെ ക്യൂബ് ആയിരിക്കും ഏയിൽ അവസാനിക്കുന്നത്? 3ൽ അവസാനിക്കുന്ന ഏതോ ഒരു നമ്പറിന്റെ ക്യൂബാണ് ഏയിൽ അവസാനിക്കുന്നത്. ഇനി ഏയിൽ അവസാനിക്കുന്ന ഏതോ ഒരു നമ്പറിന്റെ ക്യൂബ് ഏതിലാ? അതിന്റെ ആൻസർ 3ലാണ് അവസാനിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും 3ൽ അവസാനിക്കുന്ന ഏതോ ഒരു സംഖ്യന്റെ ക്യൂബാണ് ഏയിൽ അവസാനിക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഏയിലാണ് അവസാനിക്കുന്നത്. അപ്പൊ 3ൽ അവസാനിക്കുന്ന ഏതോ ഒരു നമ്പറിന്റെ ക്യൂബാണ് ഏയിൽ അവസാനിക്കുന്നത്. അപ്പൊ 3ൽ അവസാനിക്കുന്ന ഏതോ ഒരു നമ്പർ ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയാൽ പോരാ. ഓപ്ഷൻ എ 43 3ലാണ് അവസാനിക്കുന്നത്. ദാറ്റ് മീൻസ് 43 ക്യൂബാണ് 79,507. ഓക്കെ ആണല്ലോ. 43 ക്യൂബാണ് 79,507. ഓക്കെ ആണല്ലോ. കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ SSC MTS 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. 17,576ന്റെ ക്യൂബ് റൂട്ട് കാണാനാണ് പറഞ്ഞത്. 17,576ന്റെ ക്യൂബ് റൂട്ട്. അപ്പൊ ഏത് നമ്പറിൽ അവസാനിക്കുന്നത്?
ആറിലാണ് അവസാനിക്കുന്നത്. ആറിൽ അവസാനിക്കുമ്പോൾ ഏത് സംഖ്യയുടെ ക്യൂബും ആറിൽ അവസാനിക്കുമ്പോൾ ആ സംഖ്യയുടെ അവസാനവും ആറിൽ തന്നെയാണ്. അതായത് ഓപ്ഷനിൽ ആറിൽ അവസാനിക്കുന്ന ഏത് സംഖ്യ ആണുള്ളത് നോക്കാം. ഓപ്ഷനിൽ ആറിൽ അവസാനിക്കുന്ന സംഖ്യ ഉണ്ടോ? ഓപ്ഷൻ എ ഉണ്ട്. ഓപ്ഷൻ 26 കറക്റ്റ് ആൻസർ. 26ന്റെ ക്യൂബാണ് 17,576. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റെയിൽവേസ് NTPC 2020 ചോദിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 2197? അപ്പൊ എന്താ ചെയ്യേണ്ടത്? 2197 ആണ്. ലാസ്റ്റ് നമ്പർ 7 ആണ്. എയിൽ അവസാനിക്കണമെങ്കിൽ ഏത് നമ്പർ ആവണം? ഏത് നമ്പറിന്റെ ക്യൂബ് ആവണം? എയിൽ അവസാനിക്കണമെങ്കിൽ 3ന്റെ ക്യൂബ് ആവണ്ടേ? അപ്പൊ ഓപ്ഷനിൽ 3ൽ അവസാനിക്കുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ ചെക്ക് ചെയ്താൽ പോരെ. ഓപ്ഷനിൽ 3ൽ അവസാനിക്കുന്ന നമ്പർ ഏതാ? 13 ആണ്. 13ന്റെ ക്യൂബാണ് 2197. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണല്ലോ. നമ്മൾ 3 സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞ ടോപ്പിക്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ക്ലാസ് എടുത്തു എന്നാണ് എൻ്റെ ഒരു ഹോപ്പ്. അപ്പൊ നിങ്ങളെ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്താം. ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.